തമിഴ്നാട്ടിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തോടൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ AIADMKയും NDAയും ചേർന്ന് നിൽക്കുന്ന ആ ഒരു സഖ്യം അല്ലെങ്കിൽ ആ ഒരു മുന്നണി എന്തൊക്കെ അത്ഭുതങ്ങളാണ് അവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇപ്പോൾ ഏപ്രിൽ 23 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാന സഖ്യകക്ഷികൾക്കായിട്ടുള്ള സീറ്റ് വിഭജന ക്രമീകരണത്തിന് തമിഴ്നാട്ടിലെ AIADMK നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDA തിങ്കളാഴ്ച അന്തിമ രൂപം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. പങ്കാളികൾക്ക് ആകെ 56 സീറ്റുകളാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കരാർ പ്രകാരം AIADMK ഭാരതീയ ജനതാ പാർട്ടിക്ക് 27 സീറ്റും പട്ടാളി മക്കൾ കക്ഷിക്ക് 18 സീറ്റും അമ്മ മക്കൾ മുന്നേറ്റ കഴകത്തിന് 11 സീറ്റും അനുവദിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. AMMK മേധാവി TTV ദിനകരൻ എന്നിവരുൾപ്പെടെ സഖ്യകക്ഷികളെ മുതിർന്ന നേതാക്കൾ പ്രഖ്യാപന വേളയിൽ സന്നിഹിതരായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. പ്രതിപക്ഷമായ DMKയും കോൺഗ്രസിനെയും വിമർശിച്ച അദ്ദേഹം സീറ്റ് വിഭജന ചർച്ചകളിൽ കാലതാമസവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടായതായി ആരോപിച്ചു. NDAയ്ക്കുള്ളിലെ ചർച്ചകളുടെ വേഗതയിലുള്ള സമാപനം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതിനോട് ഇത് താരതമ്യം ചെയ്യുകയും ചെയ്തു. സഖ്യകക്ഷികൾക്കായി ന്യൂഡൽഹിയിൽ അടുത്തിടെ നടത്തിയ സന്ദർശനത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായി ഇത്തരം കൂടിക്കാഴ്ചകൾ പതിവ് രാഷ്ട്രീയ കൂടിയാലോചനകളുടെ ഭാഗമാണെന്ന് പളനിസ്വാമി പറഞ്ഞു. ദേശീയ തലസ്ഥാനത്തേക്കുള്ള NDA നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചു. തമിഴ്നാട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരുവിധ ബോധവുമില്ല എന്നാണ് കൃത്യമായി അദ്ദേഹം പറഞ്ഞത്. DMK നേതാക്കളും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ ന്യൂഡൽഹിയിൽ അടുത്തിടെ നടന്ന ഇടപാടുകളെയും അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. അതേസമയം പാർലമെന്ററി കാര്യങ്ങൾക്കാണ് തന്നെ ഡൽഹി സന്ദർശനം എന്ന് PMK നേതാവ് അൻപുമണി രാമദോസ് പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടുവന്ന വാർത്ത അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.